പ്രൈസ് ദി ലോർഡ്. ദി ഷെപ്പേർഡ്സ് ഹാർപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യശയ്യാപ്രവചനം 51-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനികർപ്പത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ വന്ന വഴി മറക്കുക എന്നുള്ളത്. നമ്മൾ എവിടെ ആയിരുന്നു, എങ്ങനെയായിരുന്നു, ഇപ്പോൾ എന്തായിരിക്കുന്നു, എവിടെ ആയിരിക്കുന്നു എന്ന് നമ്മൾ വിചിന്തനം ചെയ്യാൻ സാധ്യത കുറവാണ്. എന്നാൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം നന്മകൾ തന്ന്, ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന് അതെല്ലാം അനുഭവിക്കുമ്പോൾ പലപ്പോഴും ദൈവസന്നിധിയിൽ വേണ്ടത്ര സമയം ചെലവഴിക്കാനുള്ള സമയമില്ലാതെ തിരക്കിൽപ്പെട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ ആത്മീയമായിട്ട് ആ ഒരു അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാൻ ഇടയാകാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ ദൈവം നമ്മൾ വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും നമ്മുടെ ജീവിതത്തിലായാലും നമ്മൾ അറിഞ്ഞോ അറിയാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവം പല ശോധനകളിലൂടെ നമ്മളെ പിടിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അത് ദൈവം നമ്മളുള്ള വിരോധം കൊണ്ടല്ല, ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഇവിടെ ശ്രമക്കളോട് ദൈവം പറയുവാണ്, നിങ്ങളെ വെട്ടിയെടുത്ത പാറയെങ്കിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. കാരണം നിങ്ങൾ എവിടെ ആയിരുന്നു, എങ്ങനെയായിരുന്നു, എവിടെ നിന്നാണ് നിങ്ങളെ വെട്ടിയെടുത്തത്, അല്ലെങ്കിൽ നിങ്ങളെ കുഴിച്ചെടുത്ത് എവിടെ നിന്നാണ്, നിങ്ങൾ ഇപ്പോഴെന്തായിരിക്കുന്നു എന്നുള്ളതൊന്ന് മനസ്സിലാക്കി അതിന് കാരണക്കാരനായ ദൈവത്തിന് അതിന് മഹത്വം കൊടുക്കുവാൻ ഇടയായിത്തീർന്നാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരുവാൻ ഇടയായിത്തീരും. ഇവിടെ അടുത്ത വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ വെട്ടിയെടുത്ത പാറയിലേക്ക് നോക്കാൻ പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളുടെ പ്രസവിച്ച സാറായിലേക്കും തിരിഞ്ഞു നോക്കുകയും. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് അവരുടെ ഉറവിടം, ഉത്ഭവം അബ്രഹാമിൽ നിന്നാണല്ലോ. അബ്രഹാമിനെയാണല്ലോ ദൈവം വിളിച്ചത്. അബ്രഹാമിലൂടെയാണ് ദൈവം ഒരു ജാതിയെ തിരഞ്ഞെടുക്കുക. തൻ്റെ മക്കളെ, യാക്കോബിൻ്റെ സന്തതികളാണല്ലോ 12 ഗോത്രങ്ങളായിത്തീർന്ന് ഇസ്രായേൽ മക്കളായിത്തീർന്നത്. അബ്രഹാമിൻ്റെ വിശ്വാസത്തെ പറ്റി റോമാലേഖനം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്കുകൾ നമ്മൾ വായിക്കുന്നത്, അബ്രഹാമിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം അത് ദൈവം നീതിയായി കണക്കിട്ടു എന്നുള്ളതാണ്. അപ്പം ദൈവം അംഗീകരിച്ച ഒരു വിശ്വാസമായിരുന്നു അബ്രഹാമിൻ്റെത്. അത് നമുക്കറിയാം. അബ്രഹാമിൻ്റെ ഏറിയ വിശ്വാസം എന്ന് വെച്ചാൽ തന്നെ വിളിച്ചപ്പോൾ തന്നെ വിളിച്ച ദൈവം തന്നെ നടത്തുവാൻ വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കി താൻ രണ്ടും കൽപ്പിച്ച് യാത്രയായി. ഒന്നും കൂടുതലായി ആലോചിച്ചില്ല. വിളിച്ചത് സർവശക്തനായ ദൈവമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ താൻ ആ ദൈവത്തെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. 2, താൻ ചെന്ന സ്ഥലത്ത് അവിടെ പറയുന്നത്, ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുന്നത്, വാഗ്ദത്ത ദേശത്തെ അന്യദേശം എന്ന പോലെ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരുന്നു. ഇവിടെ കാണുന്നത്, ഒന്ന് ദൈവം വിളിച്ച ദൈവം വിശ്വസ്തൻ, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ, നടത്തുവാൻ ശക്തൻ എന്ന് മനസ്സിലാക്കി ദൈവത്തെ ഫോളോ ചെയ്തു. 2, ഒരു പുതിയ സ്ഥലത്ത് ദൈവം കൊണ്ടാക്കിയപ്പോൾ അവിടുത്തെ സുഖസൗകര്യങ്ങളിൽ മയങ്ങിയുള്ള ജീവിതം നയിക്കാതെ അവിടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിക്കുന്ന ആ മനോഹരമായ ആ ദൈവത്തെ അടിസ്ഥാനം വിട്ട മനോഹരമായ ആ സ്ഥലം ഉള്ളിൽ കണ്ടുകൊണ്ട് അതിനായി കാത്തിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ അബ്രഹാമിൻ്റെ വിശ്വാസം നമ്മൾക്കുണ്ടാകട്ടെ. വിളിച്ച ദൈവം വിശ്വസ്തൻ, അന്ത്യത്തോളം നടത്തുവാൻ ശക്തൻ എന്ന് നാം വിശ്വസിക്കുക. 2, ദൈവം നന്മകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കുമ്പോൾ തന്നെ ദൈവം ഇതിലതീതമായി നിത്യത നമ്മൾ കണ്ടുകൊണ്ട് നമ്മളെ വിളിച്ചത് അതിനുവേണ്ടിയാണ്, ഈ ലോകത്തിൽ മാത്രം ജീവിക്കുവാൻ വേണ്ടിയല്ല. ഇവിടുത്തെ നന്മകൾ അനുഭവിക്കുമ്പോൾ തന്നെ നിത്യത ദർശനം കൊണ്ടുകൊണ്ട് നിത്യതയ്ക്കായി ഒരുങ്ങുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും ഞങ്ങൾ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ, ദൈവത്തിൻ്റെ കരം അനുഭവിച്ചറിയുവാൻ, കർത്താവിന് വേണ്ടുന്ന മഹത്വം കൊടുക്കുവാൻ, പൂർണ്ണ വിശ്വാസത്തോടെ അന്ത്യത്തോളം വിശ്വസ്തയോടെ നിൽപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ചാട്ട്. മഹത്വം കർത്താവ് എടുത്താട്ട്. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.